കഴിഞ്ഞ ഒരു മാസക്കാലമായി KSUവിൻ്റെ യൂണിറ്റ് എടുത്തതിന് ശേഷം അവിടെയുള്ള വിദ്യാർത്ഥികളെയും KSUവിൻ്റെ സഹപ്രവർത്തകരെയൊക്കെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് SFI അവിടെ മുന്നോട്ട് പോവുകയാണ്. നമുക്ക് നന്നായിട്ടറിയാം, പല ആൾക്കാർക്കും അറിയാത്തൊരു കാര്യം, നമ്മുടെ പൊതുസമൂഹത്തിന് അറിയാത്തൊരു വലിയൊരു കാര്യമുണ്ട്. ആ ക്യാമ്പസിൽ ഇടിമുറിയുണ്ട്. പാവപ്പെട്ട എത്രയോ വിദ്യാർത്ഥികളെ പണം ചോദിച്ചാൽ കൊടുക്കാതെ വരുമ്പോഴും ലഹരി ഉപയോഗിക്കുന്ന SFI പ്രവർത്തകരെ ചൂണ്ടിക്കാണിച്ചാൽ അവരെ ആ മുറിയിൽ കൊണ്ടുപോയിട്ട് മൃഗീയമായി ക്രൂരമായി തല്ലുമ്പോഴും ഏതെങ്കിലും ഒരു SFI പ്രവർത്തകയുടെ വാക്കും കേട്ട് ആ പ്രവർത്തകയെ ആ പയ്യൻ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥി ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് ക്രൂരമായി ആൾക്കൂട്ട വിചാരണ ചെയ്ത് തല്ലുന്ന സാഹചര്യത്തിലാണ് ആ ക്യാമ്പസ് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത്. അവിടെ ആരും ചോദ്യം ചെയ്യാനില്ല എന്ന അഹംഭാവത്തിൽ അധ്യാപകരെ പോലും തെറിവിളിച്ചുകൊണ്ട്, ചീത്ത വിളിച്ചുകൊണ്ട്, ആക്രമിച്ചുകൊണ്ട് ഒരാൾക്കൂട്ട വിചാരണ നടത്തി മുന്നോട്ട് പോകുന്ന SFIയുടെ താലിബാൻ മോഡൽ സാഹചര്യമാണ് നമുക്ക് ഇന്നും കാണാൻ സാധിച്ചത്. അവിടെ ഞങ്ങൾ ചെയ്ത തെറ്റെന്താണെന്ന് വെച്ചാൽ, അവിടെ KSUവിൻ്റെ കൊടി പിടിച്ച് അവിടെയുള്ള സാധാരണക്കാരെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശബ്ദമുയർത്തി എന്നതല്ലാതെ അതിനപ്പുറത്ത് അവർക്ക് പറയാൻ ഒന്നുമില്ല. അവിടെ SFI അല്ലാതെ മറ്റൊരു പ്രസ്ഥാനവും കടന്നു വരാൻ പാടില്ല എന്ന ധിക്കാരത്തോടു കൂടിയുള്ള പെരുമാറ്റമായിരുന്നു SFIയുടെ. ഇന്ന് എനിക്ക് പോലും സംഭവിച്ചത്, എൻ്റെ സഹപ്രവർത്തകരും സംഭവിച്ചത്, ഇന്ന് ആ ക്യാമ്പസിൽ നാളെ ഇലക്ഷൻ നോമിനേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഞങ്ങളെ ഇന്ന് തടയുകയും നമ്മുടെ നേതാക്കളെ തടയുകയും അതുമൂലമുണ്ടായ സംഘർഷത്താൽ പോലീസ് പുറത്ത് എല്ലാ 2 SFIയും KSU നേതാക്കളെയും പുറത്താക്കുകയും ചെയ്തപ്പോൾ ഒരു ഒരു അവസ്ഥയാൽ ഞാൻ അതിൻ്റെ അകത്ത് അകപ്പെടുകയും എൻ്റെ മേൽ 10-30 SFIയുടെയും പുറത്തു വന്ന പോളിയിലെയും SFIയുടെയും ഗുണ്ടകൾ ചേർന്നിട്ട് എന്നെ അവർ കെട്ടിയ സ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും കൊടി കെട്ടിയ മുളയോട് ഉപയോഗിച്ചുകൊണ്ട്, ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്നെ തലക്കടിക്കുകയും നിരന്തരമായി തലക്ക് ചവിട്ടിക്കൊണ്ട് എൻ്റെ ബോധം പോകുന്നത് വരെ നീ ചത്തില്ലടാ എന്ന് ചോദിച്ചിട്ട് ക്രൂരമായിട്ട് ആക്രമിക്കുന്ന സാഹചര്യം. അപ്പോഴും ഒരു കാര്യം ഞാൻ പറഞ്ഞു വെക്കുകയാണ്, ആ ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ പേരിൽ, ശബ്ദിച്ചതിൻ്റെ പേരിൽ, ജനാധിപത്യം നിർത്തിയതിൻ്റെ പേരിൽ, ജനാധിപത്യം പുലർത്തിയതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഞങ്ങളെ ഭയമാണെങ്കിൽ ഞങ്ങൾ ഇനിയും അത് തുടരും. അത് ആക്രമണം കൊണ്ട് ഞങ്ങൾ നിർത്തില്ല. ഇനി അങ്ങനെ നിർത്തണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കൊന്നിട്ടല്ലാതെ ആ ക്യാമ്പസിൽ നിങ്ങളുടെ ഏകാധിപത്യം ഇനി അവിടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് മാത്രമേ എനിക്ക് അവസരം പറയാനുള്ളൂ. ഹെൽമെറ്റ്